അത് നേരത്തെ തന്നെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിൻ്റെ മന്ത്രിമാരുടെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്. അവിടെ ആരും ഉൾപ്പെട്ടിട്ടില്ലെന്നും അത് ആ കെട്ടിടം അടഞ്ഞു കിടക്കുന്ന കെട്ടിടമാണെന്നും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നുമുള്ള മന്ത്രിമാരുടെ പരാമർശമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നത്. അതാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. സാധാരണഗതിയിൽ തന്നെ ഒരു ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണാൽ സർക്കാർ അതിനാവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കും. ഇത് സർക്കാരിൻ്റെ അനാസ്ഥ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതിൻ്റെ കാരണം മന്ത്രിമാരുടെ ഇടപെടൽ ആയതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 25 ലക്ഷം രൂപ മിനിമം ഈ കുടുംബത്തിന് സഹായമായി കൊടുക്കണം. ആ കുട്ടിയുടെ ചികിത്സാ സഹായം മുഴുവൻ നൽകണം. കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ജോലി നൽകണം. ഈ 3 കാര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അടിയന്തരമായി ചെയ്യേണ്ടത് കുട്ടിയുടെ ചികിത്സയാണ്. ആ ചികിത്സ സർക്കാർ സൗജന്യമായി നടത്തിക്കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ നടത്തിക്കൊടുക്കും ചികിത്സയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ മകൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ പോയത് മെഡിക്കൽ കോളേജ്. ആ കുട്ടിയുടെ പൂർണ്ണമായ ചികിത്സ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും. സർക്കാർ 25 ലക്ഷം രൂപ കൊടുക്കുന്നില്ല, വേറെ തരത്തിലൊന്ന് സഹായം ചെയ്തില്ലെങ്കിൽ ആ കുടുംബത്തെ പൂർണ്ണമായി അവരെ സഹായിക്കാൻ ആവശ്യമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും, ഉത്തരവാദിത്വത്തോടുകൂടി സ്വീകരിക്കും. കാരണം ആ കുടുംബത്തെ അനാഥമാക്കാനും ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബമാണ്. അവർക്ക് വിഷമിക്കാനും ഈ ചികിത്സ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ, വീട് പണി പോലും പൂർത്തിയാക്കാത്തൊരു വീടാണ്. അതിനെല്ലാം ആവശ്യമായ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യും. ആദ്യം ആ ഗവൺമെൻറ് അടിയന്തരമായി ചെയ്യേണ്ടത് ചികിത്സ നടത്തുകയും ഒരു നഷ്ടപരിഹാരം 25 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. അത് സർക്കാർ ചെയ്യാൻ തയ്യാറല്ല. ഓരോ വാശിയാണല്ലോ. ഒരാൾ പോലും ഇതുവരെ വിളിച്ചിട്ട് പോലുമില്ല കുടുംബത്തിൽപ്പെട്ട ഒരാളെ. ചെയ്തില്ലെങ്കിൽ ചികിത്സ ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തെ ചേർത്തെടുക്കുന്ന കാര്യം. ആദ്യം റിപ്പോർട്ട് വന്നത്. അന്ന് യൂഡിഎഫ് സർക്കാരാണ് വന്നത്. അന്ന് എന്താണ് ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പഴയ കെട്ടിടങ്ങൾ ഒരുപാട് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് KER സ്കൂൾ കെട്ടിടങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാം പൊളിച്ചു മാറ്റുന്നുണ്ടോ? കെട്ടിടത്തിൻ്റെ ഒരു കാലം ഇത്. അതെല്ലാം കഴിഞ്ഞ് കുറേ നാളത്തേക്ക് പോയി. ഇപ്പം അവിടെയുള്ള പ്രശ്നം അത് മന്ത്രിമാർ തെറ്റിദ്ധരിപ്പിച്ചത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലെ അവിടെ കുളിച്ച ആളുകളുണ്ട് 10 മിനിറ്റ് മുമ്പ്. അന്നലെ അവിടെ ആ ബാത്റൂം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് വന്നിന്ന് നുണ പറയുന്നത്? എന്തിനാണ് മന്ത്രിമാർ വന്ന് നുണ പറയുന്നത്? അവിടെ ആരും ഉപയോഗിക്കാറില്ല, അതിൻ്റെ അത് ആരും കയറിയിട്ടില്ല, അത് പൂട്ടിയിട്ടാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഒരു സ്ഥലത്ത് ചെന്നാൽ ഇങ്ങനെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ പറയും ആരെങ്കിലും അകത്ത് അകപ്പെട്ടിട്ടുണ്ടെന്ന് നോക്ക് ശ്രദ്ധിക്കുക, ആരെങ്കിലും മിസ്സിങ് ആണെന്ന് നോക്ക്, എന്താണെന്ന് അത് മാറ്റാനുള്ള പരിപാടികൾ ആദ്യം ചെയ്യും. ഇത് ഇവർ വന്ന് പറഞ്ഞതോടുകൂടി ആ രക്ഷാപ്രവർത്തനം നടത്താനുള്ള സാധ്യതകളുടെ വാതിൽ കൂടി അടഞ്ഞു. അതാണ് നടന്നത്. അല്ല, അതവിടെ നിൽക്കുന്നതല്ലേ? അല്ലല്ല, അതവിടെ നിൽക്കുന്നില്ലല്ലോ. ബിൽഡിംഗ് അവിടെ നിൽക്കുന്നില്ലല്ലോ. എന്നാ പിന്നെ എന്താ അങ്ങോട്ട് മാറ്റാൻ? അങ്ങോട്ടെന്താ മാറ്റായിരുന്നു? ഇന്നലെ മന്ത്രിമാരെല്ലാം ഉണ്ടായിരുന്നു. ഇന്നിവിടെ മൃതദേഹം സംസ്കരിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. കളക്ടറല്ലാതെ ആരും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത് ഓരോരുത്തരുടെ ഇത്തരം കാര്യങ്ങളിലുള്ള ഓരോരുത്തരുടെ സമീപനമാണ്. ഒരാളെങ്കിലും ഒരു ഫോണിൽ വിളിച്ചെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട ഒരാളൊന്ന് ആശ്വസിപ്പിക്കണ്ടേ? അതുപോലും ചെയ്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്, ഓരോരുത്തരുടെ സമീപനമാണ്. ഇത്തരം കാര്യങ്ങളിലുള്ള സമീപനം. ഇന്നലെ മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും എല്ലാ ആളുകളും പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കോട്ടയത്ത്. എന്നിട്ട് പോലും അതൊന്നും ചെയ്തില്ല. അതൊക്കെ അവരുടെ ഔചിത്യവും അവരുടെ കാര്യം. ഞാനതിനൊന്നും പറയാൻ നിൽക്കുന്നില്ല. അത് ജനങ്ങൾ വിലയിരുത്തും. മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും സംഭവ സ്ഥലം സന്ദർശിക്കാനും കാര്യമായി ഇടപെടാനും കഴിഞ്ഞില്ല. എന്തിനാണ് ആശുപത്രിയിൽ വന്നതെന്ന് പോലും നമുക്കറിയില്ല. എന്ത് കാര്യത്തിലാണ് അദ്ദേഹം അവിടെ ആശുപത്രിയിൽ എത്തിയത് എന്ന് പോലും വ്യക്തമല്ല നമുക്ക്. വേറെ ഏതെങ്കിലും ആവശ്യത്തിലാണോ വന്നതെന്ന് പോലും അറിയില്ല. മലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലെത്തി ബിന്ദുവിന് ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ് സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ. ആ കുടുംബത്തിന് അർഹമായ ധനസഹായം നൽകണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. 25 ലക്ഷം രൂപ ആ കുടുംബത്തിന് സർക്കാർ നൽകണം. അങ്ങനെ നൽകാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ അവരെ സഹായിക്കേണ്ട കടമ അത് പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ബിന്ദുവിന്റെ മകൾ നവമിയുടെ ചികിത്സ
അത് പൂർണ്ണമായും സൗജന്യമായി നടത്തിക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിലും സർക്കാരിന്റെ വേഗത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്.